ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൈസൂർ പഴം വെച്ച് നല്ലൊരു ബനാന കേക്കാണ്. നോർമലി ബനാന കേക്ക് റോബസ്റ്റ പഴം അല്ലെങ്കിൽ ഫിലിപ്പിൻ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് മൈസൂർ പഴം വെച്ച് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഈ റെസിപ്പിക്കായിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ഗ്രാമിലാണ്, കപ്പിലല്ല. ഒരു പാത്രത്തിൽ 126 ഗ്രാം മൈദ, 3 ഗ്രാം ബേക്കിംഗ് പൗഡർ, 3 ഗ്രാം ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് 66 ഗ്രാം മുട്ട എടുക്കണം. അതിലേക്ക് 2 ml വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ 18 ml യോഗട്ട് എടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് 94 ഗ്രാം ബ്രൗൺ ഷുഗറും 94 ഗ്രാം ബട്ടറും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 225 ഗ്രാം മൈസൂർ പഴം, അതായത് 4 മൈസൂർ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതൊരു മരത്തവി വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മിക്സിലേക്ക് നമുക്ക് യോഗട്ട് കൂടി ചേർത്ത് കൊടുത്ത് കുറേശ്ശെ പൊടിയായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഉടച്ചു വെച്ചിട്ടുള്ള മൈസൂർ പഴം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 45 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിനു മുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സ് കൂടി വിതറി കൊടുക്കാം. മൈസൂർ പഴം വെച്ചിട്ടുള്ള ബനാന കേക്ക് തയ്യാറായിട്ടുണ്ട്.